ഹലോ, ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇന്ന്. ആദ്യം ഒരു കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഏലക്കായോടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചു വെച്ച പഞ്ചസാരയിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയോടെ ചേർത്ത് നന്നായിട്ട് അത് പതപ്പിച്ചെടുക്കണം. അടിച്ചു വെച്ച മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പപ്പൊടി കുറേശ്ശെ ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ അത് കുഴച്ചെടുക്കണം. സാധാരണ ഇതിലേക്ക് മൈദപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ഞാൻ മോനും കൂടെ കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഗോതമ്പപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. മാവ് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഗോതമ്പപ്പൊടിയിൽ മുക്കിയിട്ട് അധികം കനം കുറഞ്ഞിട്ടുമല്ല കൂടുതൽ കനത്തിലും അല്ലാതെ ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മളത് പരത്തിയെടുക്കണം. ആ പരത്തി വെച്ച ചപ്പാത്തിയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പപ്പൊടിയുടെ മുകളിൽ വിതറിക്കൊടുത്ത് നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ അത് മടക്കിയെടുക്കണം. നമ്മൾ പേപ്പറൊക്കെ ചുരുട്ടുന്ന പോലെ തന്നെ അങ്ങനെ കുറേശ്ശെയായിട്ട് മടക്കിയെടുത്താൽ മതി. ആ മടക്കുന്ന സമയത്ത് അതൊന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് മുറിച്ചെടുക്കണം. ഇതാണിപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള കഷ്ണം. ഇനി അത് നമുക്ക് ഒരു ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ പാനോ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും ഏകദേശം ഇതേപോലെ ഒരു ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറ ആയിട്ടുള്ള ഒരു മടക്കാണിത്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമായോ?